ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ മാർക്കറ്റിൽ ബ്രൂട്ടൽ സെൽ ഓഫാണ് നടന്നത്. മിഡ് ക്യാപ് നിഫ്റ്റി എല്ലാം തന്നെ ഏകദേശം ഒരു 1.5% അടുത്ത് ഫോളോ ചെയ്തു. നിഫ്റ്റിയും ഫോളോ ചെയ്തു. പക്ഷേ നിഫ്റ്റി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് റിക്കവറി നടത്തി. പ്രധാനമായിട്ടും ജെഫ്രീസ് റിലയൻസിന് അപ്ഗ്രേഡ് ചെയ്തു. കൂടാതെ തന്നെ TCSൻ്റെ റിസൾട്ട് ഇന്ന് വരും. GDP 6.4 ഇയർ ലോ എന്നുള്ളത് ഓൾമോസ്റ്റ് ഡൈജസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഈ നിഫ്റ്റി ഇന്നലെ റിക്കവറി രേഖപ്പെടുത്തിയത്. പക്ഷേ US മാർക്കറ്റിൽ ഇന്നലെ ജോബ് ഡേറ്റ ഉണ്ടായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ്ലി US മാർക്കറ്റും മിക്സ്ഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും മിക്സ്ഡ് ആണ്. ബിറ്റ്കോയിനും ഏകദേശം 1,02,000 പോയി പെട്ടെന്ന് തന്നെ സഡൻ ഫോളോ വന്നു. അപ്പം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുകയാണ്, ഇന്ത്യൻ മാർക്കറ്റും കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. ഇനി മുന്നോട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു പ്രയാണം ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയായിട്ടുള്ള TCSൻ്റെ ഇന്ന് വരുന്ന റിസൾട്ടും അതിനുശേഷം വരുന്ന HDFC ബാങ്കിൻ്റെ റിസൾട്ടും ഒക്കെയാണ്. HDFC ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് എല്ലാം തന്നെ പുറത്തു വന്നപ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഡേറ്റയാണ് ഉണ്ടായിരുന്നത്. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് ടെക്നോളജി ഇൻഡെക്സ്. കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 2% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ ഫ്ലാറ്റായിരുന്നു. ഡോ ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു, ഏകദേശം 100 പോയിൻറ്റ്. അതിന് മുകളിൽ കാണുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. ഡാക്സും CAC 40യും FTSEയും ജർമ്മൻ UK ഫ്രാൻസ് മാർക്കറ്റുകൾ മിക്സ്ഡ് ആയ രീതിയിൽ സ്ലൈറ്റ്ലി നെഗറ്റീവായ അവസ്ഥയിൽ ക്ലോസ് നടത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് ജപ്പാൻ മാർക്കറ്റെല്ലാം തന്നെ സ്ലൈറ്റ്ലി ഡിവാണ്. ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ കാണാൻ 95,000 എത്തി. ഗോൾഡ് ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് $2,662 പെർ ഔൺസ്. ഇന്ത്യൻ മാർക്കറ്റിൽ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ മാർക്കറ്റിൽ വിപ്രോ പോസിറ്റീവായിരുന്നു. HDFC ഇൻഫോസിസും പോസിറ്റീവായിരുന്നു. HDFC ഇടിഞ്ഞു, ICICIയും ഇടിഞ്ഞു. റിലയൻസ് GDRൽ ഏകദേശം 1.5% റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വോളറ്റിലിറ്റി നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് ഒരു ആദ്യം BHEലായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. 170 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പുതിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് അവർ ഭൂട്ടാനിൽ ഉദ്ഘാടനം നടത്തുകയാണ്. ആശീർവാദ് മൈക്രോ ഫിനാൻസ് RBI ഇവരിൽ മേലുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻ മാറ്റുകയാണെന്നുള്ള ന്യൂസ്. ലുപ്പിൻ ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി. ER റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. MOL കമ്പനി 16 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് ലഭിച്ചു. മാൻ ഇൻഡസ്ട്രീസ് കമ്പനിയുടെ CFO റിസൈൻ ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. ഭാരത് ഹെവി ഇലക്ട്രിക് കമ്പനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. L&T ഫുഡ് അവർ അറേബ്യയിൽ ഒരു പുതിയ സബ്സിഡിയറി കമ്പനി ഫോം ചെയ്തു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ. മംഗളം ഗ്ലോബൽ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ട്. PN ഗഡ്ലിക് ജ്വല്ലറി കമ്പനി ഇവരുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 24% ഇയർ ഓൺ ഇയർ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ അഗർവാൾ ആൻഡ് ഹെൽത്ത് കെയർ കമ്പനി ടീംസെക് ഹോൾഡിംഗ് ആയിട്ട് ഇവരുടെ സബ്സിഡിയറി കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്രൂവൽ സെബിയുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് ലഭിച്ചു. ടാറ്റ മോട്ടേഴ്സ് GLRൻ്റെ ഹോൾസെയിൽ സെയിൽസ് 3% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു. ASME കമ്പനി റിന്യൂവബിൾ എനർജി കമ്പനിയാണ്. ഇവരുടെ പുതിയ 90 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ പവർ പ്രൊജക്റ്റ് രാജസ്ഥാനിൽ ഇവർ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏകദേശം 2,453 മെഗാവാട്ട് ജനറേഷൻ കപ്പാസിറ്റി ഉണ്ടാകും. ആനന്ദ് രതി വെൽത്ത് കമ്പനി ഇവരുടെ ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ബോർഡ് മീറ്റിംഗ് ഉണ്ടാവും January 13. പേജ് ഇൻഡസ്ട്രീസ് കമ്പനി ഇവർക്കും ഒരു മൂന്നാമത്തെ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു തീരുമാനം കമ്പനി അടുത്ത ബോർഡ് മീറ്റിങ്ങിലെടുക്കും. PE ഇൻഡസ്ട്രീസ് കമ്പനി പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് ഓർഡർ എന്ന് പറഞ്ഞാൽ പുതിയ വർക്ക് ഓർഡർ അല്ല, മറിച്ച് കസ്റ്റം ഡ്യൂട്ടിയുടെ ഭാഗത്തു നിന്ന് 38 കോടി രൂപയുടെ പെനാൽറ്റിയുടെ ഓർഡറാണ് ലഭിച്ചിട്ടുള്ളത്. മീഡിയ കമ്പനി ഇവർ ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. പ്രതാപ് സ്നാക്സ് കഴിഞ്ഞ റീസെൻ്റായിട്ട് ഫയർ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായ കമ്പനിയാണ് പ്രതാപ് സ്നാക്സ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്. ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഇവർ ഫോം ചെയ്യുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇവർ കേല എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 26% സ്റ്റേക്ക്
544 കോടി രൂപക്ക് അക്യൂർ ചെയ്തു. NTPC ഗ്രീൻ കമ്പനി ഇവർ ജോയിൻറ്റ് വെഞ്ചറായിട്ട് NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് രാജസ്ഥാനിൽ ഒരു പുതിയ വർക്ക് ഇവർ ചെയ്യുന്നുണ്ട്. ബൊറോസിൽ എഞ്ചിനീയറിംഗ് കമ്പനി ഇവർ എക്സ്പാൻഡ് ചെയ്യുകയാണ് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്. 50% ഇവരെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്താൻ കമ്പനി തീരുമാനിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.